അപ്പീൽ പ്രളയമാണ് ഇത്തവണത്തെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ. കോടതി ഉത്തരവിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ മത്സരിക്കാൻ എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് കലോത്സവ നടത്തിപ്പിനെ സാരമായി ബാധിക്കുന്നു. എന്നാൽ താഴേക്കിടയിൽ തഴയപ്പെട്ടതിന്റെ കഥകളുമുണ്ട് ഓരോ അപ്പീലിന് പിന്നിലും. അപ്പീലുകളുടെ അതിപ്രസരം കലോത്സവ വേദികളിലെ മത്സരങ്ങളുടെ താളം തെറ്റിക്കുമെങ്കിലും അപ്പീലുമായി വന്ന് വിജയം കൊയ്തവരും ഉണ്ട്. പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ഹയർ സെക്കൻഡറി വിഭാഗം മൈമിൽ അപ്പീലിലൂടെ മത്സരിച്ച് സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയവരാണ്. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ ജില്ലാ തലങ്ങളിൽ ഉൾപ്പെടെ തഴയുകയും മനഃപൂർവ്വം തോൽപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതയ്ക്ക് ഇരയായവരാണ് ഇവർ. പക്ഷേ മികച്ച പ്രകടനത്തിലൂടെ വിജയത്തിലേക്കെത്താൻ ഈ വിദ്യാർത്ഥിനികൾക്ക് സാധിച്ചു. കലോത്സവങ്ങൾ ഈയിടെയായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഈ പൊതുവിദ്യാലയങ്ങളെ തഴയുന്നത്. അത് അൺഎയ്ഡഡ് എയ്ഡഡ് സ്കൂളുകൾ പണക്കൊഴുപ്പ് കാരണം കലയെ വിറ്റ് അവർ കളികൾ കാണിച്ചുകൊണ്ട് ഈ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് പല ട്രെയിനർമാരും ഇതുപോലെ സ്കൂളുകളും കൂടെ ചേർന്ന് നടത്തുന്ന കളികൾ കാരണം ഞങ്ങളെപ്പോലുള്ള പൊതുവിദ്യാലയത്തിലെ കുട്ടികൾക്ക് ശരിയായ അവസരം ലഭിക്കാത്തൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കലോത്സവങ്ങൾക്ക് കാണുന്നത്. അതിനെതിരെ ഞങ്ങൾ ഒരുപാട് പോരാടാൻ ശ്രമിക്കുന്നുണ്ട്. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ ജില്ലാ കലോത്സവത്തിൽ അപ്പീലോടുകൂടി വന്ന ഞങ്ങൾ ഫസ്റ്റ് കിട്ടിയ ടീമിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ഇത്തവണ എ ഗ്രേഡ് വാങ്ങിക്കുന്നു. സംസ്ഥാന തലത്തിൽ എത്താതിരിക്കാൻ താഴേക്കടയിൽ വെച്ച് തന്നെ മികച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തി തോൽപ്പിക്കുന്നുവെന്ന ആക്ഷേപം രക്ഷിതാക്കളും ഉന്നയിക്കുന്നു. സ്കൂൾ തലങ്ങളിൽ കഴിവുള്ള കുട്ടികളെ, അതായത് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ വരാൻ കഴിവുള്ള പ്രാപ്തിയുള്ള കുട്ടികളെ ഏതൊക്കെ ജില്ലയിലാണെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് സ്കൂൾ തലത്തിൽ തന്നെ വന്ന് സ്കൂളിലെ അധ്യാപകരുമായിട്ട് വന്ന് അവർ ഇടപാടുകൾ നടത്തി പരാജയപ്പെടുത്തി നിരാശയോടുകൂടി പോകുന്ന ഒരു പ്രവണത ഇപ്പോൾ പല ജില്ലകളിലും കാണുന്നുണ്ട്. കലോത്സവങ്ങളിൽ ആരോഗ്യകരമായ മത്സരങ്ങൾ കാഴ്ചവെക്കണമെന്ന് പലപ്പോഴും അധികാരികൾ പറയുമെങ്കിലും തഴയപ്പെടുന്ന കലാപ്രതിഭകളെ കണ്ടില്ല എന്ന് നടിക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ജനം, കൊല്ലം.